നമസ്കാരം. പോലീസ് ഉദ്യോഗസ്ഥരുടെ 18-ാം പടിയിൽ കയറി നിന്നുള്ള ഫോട്ടോഷൂട്ട് വിവാദത്തിൽ ADGPയും ശബരിമല പോലീസ് ചീഫ് കോർഡിനേറ്ററുമായ S. ശ്രീജിത്ത് സന്നിധാന സ്പെഷ്യൽ ഓഫീസറോട് റിപ്പോർട്ട് തേടി. 18-ാം പടിയിൽ ഡ്യൂട്ടി ചെയ്ത പോലീസുകാരാണ് ഫോട്ടോ എടുത്തതെന്നാണ് സൂചന. 18-ാം പടിയിലെ പോലീസ് സേവനം ഇത്തവണ ഏറെ പ്രശംസ നേടിയതുമാണ്. ഇതിൽ കൈയടി കിട്ടുമ്പോഴാണ് പോലീസിനെ തേടി ഫോട്ടോ വിവാദം എത്തുന്നത്. സംഭവം വിവാദമായതിനെ തുടർന്നാണ് നടപടി. മണ്ഡലകാലത്തെ ആദ്യ പോലീസ് ബാച്ച് ഡ്യൂട്ടി കഴിഞ്ഞ് 25-ന് മലയിറങ്ങി. ഈ ബാച്ചിലുള്ളവരാണ് മടങ്ങും മുൻപ് 24-ന് ഉച്ചയ്ക്ക് 1:30-ന് 18-ാം പടിയിൽ നിന്നും ഫോട്ടോ എടുത്തത്. ശ്രീകോവിലിനും കൊടിമരത്തിനും 18-ാം പടിക്കും പുറംതിരിഞ്ഞ് നിന്നാണ് ചിത്രമെടുത്തിരിക്കുന്നത്. ആചാര ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി ഹിന്ദു സംഘടനകൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഭക്തർക്ക് പോലും ഫോട്ടോ എടുക്കാൻ കർശന വിലക്കുള്ളപ്പോഴാണ് നിയമം പാലിക്കേണ്ട പോലീസ് പടിയിൽ കയറി നിന്ന് ചിത്രമെടുത്തത്. മുമ്പൊരിക്കലും ഇത്തരത്തിൽ ഫോട്ടോ എടുത്തിട്ടില്ല. ശബരിമല 18-ാം പടിയിൽ പോലീസ് ഉദ്യോഗസ്ഥർ ആചാര ലംഘനം നടത്തിയ സംഭവത്തിൽ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് കേരള ഘടകം ആവശ്യപ്പെട്ടു. അയ്യപ്പ വിശ്വാസികൾ പരിപാവനമായി കരുതുന്ന 18-ാം പടിയിൽ പുറംതിരിഞ്ഞു നിന്ന് ഫോട്ടോഷൂട്ട് നടത്തി ആചാര ലംഘനം നടത്താൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവസരം നൽകിയതിൽ ഒന്നാം പ്രതി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയാണെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് വിജി തമ്പി, ജനറൽ സെക്രട്ടറി VR രാജശേഖരൻ എന്നിവർ ആരോപിച്ചു. മേൽശാന്തി ഉൾപ്പെടെയുള്ളവർ പവിത്രമായ 18-ാം പടിയിലൂടെ അയ്യപ്പനെ തൊഴുത് പിറകോട്ടാണ് ഇറങ്ങുന്നത്. 18-ാം പടിയുടെ പവിത്രതയും ആചാരവും അതായിരിക്കെ അയ്യപ്പനെ പുറംതിരിഞ്ഞു നിന്ന് ഫോട്ടോഷൂട്ട് നടത്താൻ അയ്യപ്പ വിശ്വാസികളായ ആർക്കും കഴിയില്ല. CPM-ന്റെയും പിണറായി സർക്കാരിന്റെയും ഹൈന്ദവ വിരുദ്ധതയുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ശബരിമല 18-ാം പടിയിലെ പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയ കടുത്ത ആചാര ലംഘനമെന്ന ചർച്ചയാണ് വിശ്വ ഹിന്ദു പരിഷത്ത് ഉയർത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു കുറിപ്പ് ഇങ്ങനെയാണ്: ശബരിമല 18-ാം പടിയിൽ നിന്ന് ഫോട്ടോഷൂട്ട് കടുത്ത ആചാര ലംഘനം. ഇത് ഈ കഴിഞ്ഞ ദിവസം ശബരിമല സന്നിധാനത്ത് സംഭവിച്ചതാണ്. എന്താണ് ഇതിനർത്ഥം? അയ്യപ്പ ഭക്തർ 41 ദിവസത്തെ കഠിന ബ്രഹ്മചര്യ വ്രതം അനുഷ്ഠിച്ച് പുണ്യപാപ ചുമടായ ഇരുമുടി കെട്ടുമേന്തിയാണ് പരമപവിത്രമായ 18-ാം പടി കയറുന്നത്. അങ്ങനെയുള്ള പടിയിൽ പോലീസുകാർ ഭഗവാന്റെ മുന്നിൽ പുറംതിരിഞ്ഞു നിന്ന് ഫോട്ടോ എടുക്കുന്നു. ഒരു കാരണവശാലും ഇത് അനുവദനീയമല്ല. ഇന്ന് എന്ത് തോന്നിയാസം ആവാം എന്നതാണ് സന്നിധാനത്തെ സ്ഥിതികൾ. പണ്ടൊക്കെ വ്രതാനുഷ്ഠാനത്തോടെ ആയിരുന്നു പോലീസ് ഡ്യൂട്ടിക്ക് സന്നിധാനത്തെത്തിയിരുന്നത്. സന്നിധാനത്ത് ഡ്യൂട്ടി വേണമെന്ന ആവശ്യവുമായി പോലീസുകാർ പണ്ടൊക്കെ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. അതിനായി പ്രത്യേക വ്രതവും എടുത്തിരുന്നു. ഇന്ന് അതെല്ലാം മാറി ഒരു വ്രതവും ഇല്ലാത്ത പോലീസുകാർ സന്നിധാനത്തും 18-ാം പടിയിലും ജോലി ചെയ്യുന്നു. തന്ത്രിയും മേൽശാന്തിയും വരെ 18-ാം പടിക്ക് താഴെ വരുന്നത് ഭഗവാന്റെ നേരെ നോക്കി പുറകോട്ടാണ് ഇറങ്ങുന്നത്. പണ്ടൊക്കെ ദർശനം കഴിഞ്ഞ് ഭക്തർ പടി കയറുന്നത് പോലെ തന്നെ പടി ഇറങ്ങുമായിരുന്നു. അന്നും തിരിഞ്ഞാണ് പുറകോട്ടിറങ്ങിയിരുന്നത്, അല്ലാതെ ഭഗവാന് നമ്മുടെ പുറകുവശം കാണിച്ചിട്ടല്ല. ഒന്നാമത്, ഇന്ന് 18-ാം പടിയിൽ ഡ്യൂട്ടിക്ക് നിൽക്കുന്ന പോലീസുകാരിൽ എത്ര പേർ വിശ്വാസത്തോടെയും വ്രതശുദ്ധിയോടെയും ഉണ്ടെന്ന് ആർക്കറിയാം? ശരിക്കും പറഞ്ഞാൽ ശബരിമല സന്നിധാനത്ത് 18-ാം പടിയിലും മുകളിലും ഭഗവാന്റെ സന്നിധിയിലും ഡ്യൂട്ടി ചെയ്യുന്നവർ വ്രതശുദ്ധിയോടെ ആയിരിക്കണമെന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഉത്തരവിറക്കണം. അയ്യപ്പന്മാർ പടി കയറുന്ന സമയത്ത് അവരെ പിടിച്ച് സഹായിക്കുന്നത് ഒരുപാട് പുണ്യപ്രവൃത്തിയാണ്. അതിനാൽ അവിടെ പടിയിൽ ജോലി ചെയ്യുന്ന പോലീസ് അയ്യപ്പന്മാർ വ്രതാനുഷ്ഠാനം ഉള്ളവരായിരിക്കണം. മാത്രമല്ല, ഇന്ന് ഭഗവാന്റെ തിരുനടയിൽ ഡ്യൂട്ടിക്ക് നിൽക്കുന്ന പോലീസുകാരിൽ പലരും അയ്യപ്പ ഭക്തരോട് വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത്. ഭക്തരുടെ ശരീരത്തിൽ പിടിച്ചു വലിച്ചു മാറ്റാൻ പാടില്ല എന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് ഉണ്ടെങ്കിലും അതൊന്നും അവിടെ കാര്യമല്ല. സൗമ്യമായി പെരുമാറുന്ന പോലീസുകാർ വളരെ വിരളം. ഒന്ന് ഭഗവാനെ നോക്കാൻ പോലും സമ്മതിക്കില്ല, അതിനു മുമ്പ് പിടിച്ചു വലിച്ചു മാറ്റും. ഇതിനെല്ലാം ഒരു അറുതി വരുത്തണം. കൂടാതെ മുകളിൽ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പോലീസുകാർ ചെയ്ത ഈ അനാചാരത്തിന് നടപടിയെടുക്കാൻ ഉടനെ ഉത്തരവ് പുറപ്പെടുവിക്കണം. ഭക്തരുടെ വേദന തന്ത്രി മേൽശാന്തി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയും പരിഗണിക്കുമെന്ന വിശ്വാസത്തിൽ നിർത്തുന്നു എന്നുമാണ് ഈ കുറിപ്പിലുള്ളത്. ശബരിമല ഡ്യൂട്ടിക്ക് നിയോഗിക്കുന്ന പോലീസുകാർക്ക് ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ഇത് സംബന്ധിച്ച് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിക്ക് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗം VK ബീനകുമാരി ഉത്തരവ് നൽകി. 18-ാം പടി കയറുമ്പോൾ പോലീസുകാരൻ കർണത്തടിച്ചെന്ന പരാതി നൽകിയതിന് പിന്നാലെയായിരുന്നു കമ്മീഷന്റെ നീക്കം. പത്തനംതിട്ട സ്വദേശി കിരൺ സുരേഷാണ് മനുഷ്യാവകാശ കമ്മീഷൻ മുമ്പാകെ പരാതി സമർപ്പിച്ചത്. സംഭവത്തിൽ റാന്നി DYSP പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി മുഖേന റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തി ഈ പരാതി പരിഹരിച്ചിട്ടുണ്ടെന്നും പരാതിക്കാരന് പരാതിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെന്നുമായിരുന്നു റാന്നി DYSPയുടെ റിപ്പോർട്ട്. അങ്ങനെ ആ വിവാദം അവസാനിച്ചു. അതിനുശേഷമാണ് 18-ാം പടിയിൽ പുതിയ വിവാദം തുടങ്ങിയിരിക്കുന്നത്.